തിരുവനന്തപുരം പോത്തക്കോട്ട് നടക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റിൻ്റെ ഭാഗമായി ആയുർവേദാലയം സന്ദർശകർക്കായിട്ട് തുറന്നുകൊടുത്തു. ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമലാണ് ഉദ്ഘാടനം ചെയ്തത്. പരമ്പരാഗത ചികിത്സാ രീതികളുടെ മാതൃകകളാണ് ഇവിടെ ഉള്ളത്. വി ജയശങ്കറിൻ്റെ റിപ്പോർട്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ കഴിഞ്ഞെങ്കിലും ശാന്തിഗിരി ഫെസ്റ്റിൽ ജനങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. ഇന്ന് ശാന്തിഗിരി ഫെസ്റ്റിന്റെ ഭാഗമായി ഉള്ള ആയുർവേദാലയം ശാന്തിഗിരി ആശ്രമത്തിൽ തുറന്നിരിക്കുകയാണ്. വ്യത്യസ്തമായ പല ഭാരതീയ ആയുർവേദ കലകളുടെ പ്രദർശനമാണ് ഇവിടെയുള്ളത്. പല പരമ്പരാഗത രീതികളും ഉഴിച്ചിൽ ഉൾപ്പെടെയുള്ള രീതികളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? എങ്ങനെയാണ്? നമ്മൾ ഈ സ്റ്റോളിലേക്ക് ആദ്യം തന്നെ കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് രാമച്ചം കൊണ്ടുള്ള ഒരു ഗുരുകുല കവാടമാണ്. രാമച്ചം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ നമുക്ക് അറിവ് നേടണമെങ്കിൽ നമുക്ക് ശുദ്ധിയായിരിക്കണം. അതിന് ഏറ്റവും നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് രാമച്ചം. ഒരുപാട് നമുക്ക് വളരെ റെയർ ആയിട്ടുള്ള വെറൈറ്റീസ് ഉള്ള എന്നാൽ വളരെ വിശിഷ്ടമായിട്ടുള്ള ഔഷധ ചെടികൾ, സസ്യങ്ങൾ നമുക്ക് കാണാം. നമുക്ക് വിവിധതരം ചികിത്സയ്ക്കും അതുപോലെ തന്നെ ഔഷധങ്ങൾ നിർമ്മിക്കാനും ഒക്കെ നമ്മൾ ഏറെ സഹായിക്കുന്ന ഒരു വിവിധതരം ഔഷധ സസ്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുണ്ട് നമുക്ക് നമ്മുടെ ചികിത്സയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കുറെ ചികിത്സകൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധതരം കിഴികളുണ്ട്. ഞവരക്കിഴി, വാലുകക്കിഴി, പൊടിക്കിഴി പോലത്തെ വിവിധതരം കിഴികളുണ്ട്. അത് ഉദ്ദേശിക്കുന്ന പ്രാചീനമായിട്ടുള്ള ഒരു പ്രാചീനമായിട്ടുള്ള ഗുരുകുല ഇതുപോലെയാണ് നമ്മൾ കരുതിയേക്കുന്നത്. ഗുരു ശിഷ്യന്മാർക്ക് തന്റെ അറിവുകൾ പകർന്നു കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു രേഖാചിത്രമാണ് നമ്മളിവിടെ രൂപീകരിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ കേരള ആരോഗ്യ സർവകലാശാല VC മോഹനൻ കുന്നുമലും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പലരും അറിയാത്തൊരു കാര്യം, നമ്മുടെ സംസ്കാരത്തെ, ഭാരതത്തെ ആരോഗ്യം സഹസ്രാബ്ദങ്ങളായി സൂക്ഷിച്ചത് ആയുർവേദമാണ്. ഇപ്പോൾ ആയുർവേദത്തിന് പല കാരണങ്ങളാലും അതിന് വളർച്ച നമ്മുടെ ബ്രിട്ടീഷ് കാലത്ത്, കൊളോണിയൽ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഈ വർഷം തൊട്ട് നമ്മുടെ ഭാരതത്തിൽ ഗുരുകുല സമ്പ്രദായത്തിൽ ആയുർവേദം പഠിപ്പിക്കാൻ തുടങ്ങുന്നു എന്നുള്ളൊരു സന്തോഷ വാർത്ത എനിക്ക് അറിയിക്കാനുണ്ട്. 7.5 വർഷത്തെ ഗുരുകുല രീതിയിലുള്ള ആയുർവേദ ചികിത്സയാണ് നാഷണൽ കൗൺസിൽ ഫോർ ഇന്ത്യൻ മെഡിസിൻ NCASM രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ പല സ്ഥലത്തും അത് ആരംഭിക്കും. ഒരുപക്ഷെ കേരളത്തിലും ശാന്തിഗിരി മുൻകൈ എടുത്താൽ തുടങ്ങാൻ പറ്റിയേക്കും എന്നാണ് എൻ്റെ വിചാരം. അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് വലിയ ശോഭനമായ ഭാവിക്കുള്ള ഒരു പ്രദർശനമാണ് എന്ന് മാത്രം പറയുകയാണ്. എന്തായാലും ആയുർവേദത്തെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചൊക്കെ എല്ലാം അറിയേണ്ട ആളുകൾക്ക് പറ്റിയൊരിടമാണ് ഈ ശാന്തിഗിരിയിലെ ആയുർവേദാലയം. എന്തായാലും ഈ ശാന്തിഗിരി ഫെസ്റ്റ് തീരുന്ന ജനുവരി 19 വരെ ഈ ആലയം ഇതുപോലെ പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നെ കിടക്കും.